അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്ന കൊച്ചു കൂട്ടുകാർ വേഗം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് DKIMVയുടെ മദ്രസ ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് മദ്രസ ക്ലാസ്സുകൾ ലഭ്യമാകുവാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ചാനൽ എല്ലാ കൂട്ടുകാരും വേഗം തന്നെ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കൂട്ടുകാർക്കെല്ലാം ഇതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, വാട്സപ്പിൽ സ്റ്റാറ്റസ് വെക്കുക. അപ്പോൾ നമുക്ക് പാഠത്തിലേക്ക് പോയാലോ. ബിസ്മില്ലാഹി റഹ്മാനി റഹീം. അദ്ദറസു സാബിഉ, പാഠം 7, ബദ്ഉൽ ഇസ്ലാമി ബിൽ മദീന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ ദഅവത്ത് നടത്തിയ കാലത്ത് എല്ലാ വർഷവും ഹജ്ജിൻ്റെ സ്ഥലങ്ങളിൽ എത്തി ജനങ്ങൾക്ക് അള്ളാഹുവിൻ്റെ സന്ദേശം എത്തിച്ചു കൊടുക്കുമായിരുന്നു. നുബുവത്തിൻ്റെ 11-ാം വർഷം ഹജ്ജ് വേളയിൽ മദീനയിലെ ഖസ്റജ് ഗോത്രക്കാരായ 6 പേർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടുമുട്ടി. അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയും ഖുർആൻ ഓതിക്കൊടുക്കുകയും ചെയ്തു. അപ്പോൾ അവർ പരസ്പരം പറഞ്ഞു, തീർച്ചയായും ഇത് ജൂതന്മാർ പറയാറുള്ള നബിയാണെന്ന് മനസ്സിലാകുന്നു. അതിനാൽ ആ നബിയെ അംഗീകരിക്കുന്നതിൽ മറ്റുള്ളവരെക്കാൾ നാം മുൻകടക്കണം. മദീനയിലെ ജൂതന്മാർ അവിടെയുള്ള അറബികളുമായി സംഘർഷമുണ്ടാകുമ്പോൾ ഇപ്രകാരം പറയുമായിരുന്നു, അടുത്ത കാലത്ത് ഒരു പ്രവാചകൻ ആഗതനാകും. ഞങ്ങൾ അദ്ദേഹത്തെ പിൻപറ്റുകയും നിങ്ങളെ പരാജയപ്പെടുത്തുകയും ചെയ്യും. ജൂതന്മാർ തൗറാത്ത് എന്ന വേദഗ്രന്ഥത്തിൻ്റെ ആളുകളായതിനാൽ വരാനിരിക്കുന്ന പ്രവാചകനെപ്പറ്റി അവർക്ക് അറിയാമായിരുന്നു. ജൂതന്മാരിൽ നിന്ന് ലഭിച്ച അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഖസ്റജുകാർ വേഗം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ഉണ്ടായി. ഇവരാണ് മദീനയിലെ ആദ്യ മുസ്ലിങ്ങൾ. അടുത്ത വർഷം കണ്ടുമുട്ടാമെന്ന് വാഗ്ദാനം ചെയ്ത് അവർ മദീനയിലേക്ക് മടങ്ങി. മദീനക്കാരെ അവർ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരുന്നു. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹു തഫ്ലിഹൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന് പറയുക, എന്നാൽ നിങ്ങൾ വിജയികളാകും. ബൈഅത്തുൽ അഖബ, അഖബ ഉടമ്പടി. മദീനയിൽ വളരെ വേഗം ഇസ്ലാം പ്രചരിച്ചു കൊണ്ടിരുന്നു. നുബുവത്തിൻ്റെ 12-ാം വർഷം 12 പേർ മദീനയിൽ നിന്ന് ഹജ്ജിനെത്തി. അവരുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അഖബയിൽ വെച്ച് കണ്ടുമുട്ടുകയും ഒരു ഉടമ്പടി ഉണ്ടാക്കുകയും ചെയ്തു. ബൈഅത്തുൽ അഖബ എന്നാണ് അതറിയപ്പെടുന്നത്. മക്കയിൽ നിന്ന് മിനായിലേക്ക് പോകുമ്പോൾ മിനായുടെ തുടക്കത്തിലുള്ള മലയിടുക്കാണ് അഖബ. അവിടെ വെച്ച് മദീനക്കാരുമായി 2 പ്രാവശ്യം ഉടമ്പടി നടന്നിട്ടുണ്ട്. അള്ളാഹുവിനോട് ഒന്നിനെയും പങ്കു ചേർക്കരുത്, മോഷ്ടിക്കുകയോ വ്യഭിചരിക്കുകയോ സന്താനഹത്യ നടത്തുകയോ ചെയ്യരുത്, ആരുടെ മേലും വ്യഭിചാരാരോപണം നടത്തരുത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകളെ ധിക്കരിക്കരുത് എന്നിവയാണ് ആദ്യ ഉടമ്പടിയിൽ ഉണ്ടായിരുന്നത്. ഈ സംഘത്തോടൊപ്പം മുസ്അബ് ഇബ്നു ഉമൈറ റളിയല്ലാഹു അൻഹുവിനെ ദീൻ പഠിപ്പിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അയച്ചു കൊടുത്തു. അടുത്ത വർഷം വലിയൊരു സംഘം മദീനയിൽ നിന്ന് ഹജ്ജിനെത്തി. അവർ 75 പേരുണ്ടായിരുന്നു. അവരുമായി അഖബയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉടമ്പടി ഉണ്ടാക്കി. ഇതാണ് 2-ാം ബൈഅത്തുൽ അഖബ. നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അവനോടൊന്നിനെയും പങ്കു ചേർക്കരുത്. നിങ്ങളുടെ സ്ത്രീകളെയും കുട്ടികളെയും സംരക്ഷിക്കുന്നതിൽ നിന്നെല്ലാം എന്നെയും നിങ്ങൾ സംരക്ഷിക്കണം. ഇതായിരുന്നു ആ ഉടമ്പടിയുടെ പ്രസക്ത ഭാഗം. അവർ ചോദിച്ചു, ഞങ്ങൾ ഈ കരാർ നിറവേറ്റിയാൽ ഞങ്ങൾക്ക് എന്തു ലഭിക്കും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സ്വർഗം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൈനീട്ടാൻ ആവശ്യപ്പെടുകയും ആ തൃക്കരം പിടിച്ചവർ ബൈഅത്ത് നടത്തുകയും ചെയ്തു. ഇസ്ലാമിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും സഹായകരമായ ഒന്നായിരുന്നു ബൈഅത്തുൽ അഖബ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അബായുഅക്കും അലാ അൻ തംനഊനി മിമ്മാ തംനഊന മിൻഹു നിസാഅക്കും വ അബ്നാഅക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ സ്ത്രീകളെയും സന്താനങ്ങളെയും എന്തിൽ നിന്നെല്ലാം പ്രതിരോധിക്കുമോ അതിനെ തൊട്ട് എന്നെയും പ്രതിരോധിക്കണമെന്ന് ഞാൻ നിങ്ങളോട് ഉടമ്പടി ചെയ്യുന്നു. അപ്പോൾ ഈ പാഠഭാഗത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? 2 ഉടമ്പടികളെ കുറിച്ചാണ് പറയുന്നത് അല്ലേ. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ ദഅവത്ത് നടത്തിയ കാലത്ത് എല്ലാ വർഷവും ഹജ്ജിൻ്റെ സ്ഥലങ്ങളിലെത്തി ജനങ്ങൾക്ക് അള്ളാഹുവിൻ്റെ സന്ദേശം എത്തിച്ചു കൊടുക്കുമായിരുന്നു. നുബുവത്തിൻ്റെ 11-ാം വർഷം ഹജ്ജ് വേളയിൽ മദീനയിലെ ഖസ്റജ് ഗോത്രക്കാരായ 6 പേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ടുമുട്ടി. അപ്പോൾ നബി തങ്ങളുടെ അടയാളങ്ങൾ വെച്ചിട്ട് ജൂതന്മാർ പറയാറുള്ള നബിയാണിതെന്ന് അവർ മനസ്സിലാക്കുകയും നബി തങ്ങളെ അംഗീകരിക്കുന്നതിൽ മറ്റുള്ളവരെക്കാൾ മുൻകടക്കണമെന്ന് അവർ ആഗ്രഹിക്കുകയും ചെയ്തു.
മദീനയിലെ ജൂതന്മാർ അവിടെയുള്ള അറബികളുമായി സംഘർഷമുണ്ടാകുമ്പോൾ ഇപ്രകാരം പറയാറുണ്ടായിരുന്നു: അടുത്ത കാലത്ത് തന്നെ ഒരു പ്രവാചകൻ വരുമെന്നും ഞങ്ങൾ അദ്ദേഹത്തെ പിൻപറ്റുകയും നിങ്ങളെ പരാജയപ്പെടുത്തുകയും ചെയ്യുമെന്ന് പറയാറുണ്ടായിരുന്നു. അവർ തൗറാത്ത് എന്ന വേദഗ്രന്ഥം പഠിച്ചവരായതുകൊണ്ട്, അത് മനസ്സിലാക്കിയവരായതുകൊണ്ട് അവർക്ക് പ്രവാചകനെ പറ്റി നേരത്തെ അറിയാമായിരുന്നു. അപ്പോൾ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടപ്പോൾ ഈ കാര്യമായി, ഈ അറിവുമായി തട്ടിച്ചു നോക്കിയപ്പോൾ കറക്റ്റാണ്. അപ്പോൾ നബിതങ്ങളുടെ അടയാളങ്ങളെല്ലാം മനസ്സിലാക്കി അവർ പെട്ടെന്ന് തന്നെ നബിതങ്ങളോട് പിൻപറ്റി. അങ്ങനെ ഖസ്റജുകാർ വേഗം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അംഗീകരിക്കുകയും പിൻപറ്റുകയും ചെയ്തു. ഇവരാണ് മദീനയിലെ ആദ്യത്തെ മുസ്ലിങ്ങൾ. അടുത്ത വർഷം കണ്ടുമുട്ടാമെന്ന് വാഗ്ദാനം ചെയ്ത് അവർ മദീനയിലേക്ക് മടങ്ങി. മദീനക്കാരെ അവർ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അടുത്ത വർഷം ആയപ്പോഴത്തേക്ക് അവർ എത്ര പേരുമായിട്ടാണ് പിന്നീട് മടങ്ങി വന്നത്? നബുവത്തിൻ്റെ 12-ാം വർഷം 12 പേർ മദീനയിൽ നിന്ന് ഹജ്ജിനെത്തി. അവരുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അഖബയിൽ വെച്ച്, അഖബ എന്ന സ്ഥലത്ത് വെച്ച് ബൈഅത്തുൽ അഖബ എന്ന സന്ധി ഉണ്ടാക്കുകയും ഉടമ്പടി ഉണ്ടാക്കുകയും ചെയ്തു. മക്കയിൽ നിന്ന് മിനായിലേക്ക് പോകുമ്പോൾ മിനായുടെ തുടക്കത്തിലുള്ള മലയിടുക്കാണ് അഖബ. അവിടെ വെച്ചാണ് ഉടമ്പടി നടന്നത്. അവിടെ വെച്ച് 2 ഉടമ്പടി നടന്നു. ആദ്യത്തെ ഉടമ്പടി ഇതായിരുന്നു, ആ 12 പേരുമായി വന്നപ്പോഴുള്ള ഉടമ്പടിയായിരുന്നു. അതെന്തായിരുന്നു? അള്ളാഹുവിനോട് ഒന്നിനെയും ചേർക്കാൻ പാടില്ല, മോഷ്ടിക്കുകയോ വ്യഭിചരിക്കുകയോ, സന്താനഹത്യ എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? കുഞ്ഞുങ്ങൾ ജനിച്ച ഉടനെ പെൺകുഞ്ഞുങ്ങളാണെങ്കിൽ കൊന്നു കളഞ്ഞിരുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു ആ കാലത്തൊക്കെ. അതൊന്നും ഇനി നടത്തില്ല എന്നൊക്കെ നബിതങ്ങൾ എന്താ ചെയ്ത്? അവരോട് ഉടമ്പടി വാങ്ങിച്ചു, അല്ലേ? വ്യഭിചാര ആരോപണം നടത്തരുത്, ആരെങ്കിലും ഒരാളിനെ ചൂണ്ടിക്കാട്ടിയിട്ട് അവർ തെറ്റുകാരാണെന്നൊന്നും അറിയാതെ പറയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ നബിതങ്ങളുടെ കൽപ്പനകളെ ധിക്കരിക്കരുത് എന്നിവയ്ക്കായിരുന്നു ആദ്യത്തെ ഉടമ്പടിയിൽ ഉണ്ടായിരുന്നത്. എന്നിട്ട് ഇസ്ലാം എന്താണെന്ന് പഠിപ്പിക്കാൻ വേണ്ടി, ദീൻ എന്താണെന്ന് പഠിപ്പിക്കാൻ വേണ്ടി നബിതങ്ങൾ മുസ്അബ് ഇബ്നു ഉമൈറ എന്ന സഹാബിയെ അവരോടൊപ്പം അയക്കുകയും ചെയ്തു. അടുത്ത വർഷം വലിയൊരു സംഘമായിട്ടാണ് അവർ ഹജ്ജിനെത്തിയത്. അന്ന് 75 പേരുണ്ടായിരുന്നു. ആദ്യ സംഘത്തിൽ എത്രയായിരുന്നു? 6 പേരായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് 12 പേര് വന്നു. പിന്നീട് വന്നത് എത്ര പേരാണ്? 75 പേരാണ് വന്നത്. അന്നും ബൈഅത്തുൽ അഖബ ഉണ്ടായി. അതായത് അഖബയിൽ വെച്ച് ഉടമ്പടി നടന്നു. അതായിരുന്നു 2-ാം അഖബ ഉടമ്പടി. അന്ന് എന്തൊക്കെയാണ് പറഞ്ഞത്? നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, അവനോടൊന്നിനെയും പങ്കു ചേർക്കരുത്. ഇത് കഴിഞ്ഞ തവണയും പറഞ്ഞതാണല്ലേ? നിങ്ങളുടെ സ്ത്രീകളെയും കുട്ടികളെയും സംരക്ഷിക്കുന്നതിൽ നിന്നെല്ലാം എന്നെയും നിങ്ങൾ സംരക്ഷിക്കണം. ഇതായിരുന്നു ആ ഉടമ്പടിയുടെ പ്രസക്ത ഭാഗം. അവരന്നേരം ചോദിച്ചു, ഞങ്ങൾ ഈ കരാറ് നിറവേറ്റിയാൽ ഞങ്ങൾക്ക് എന്താണ് ലഭിക്കുക എന്ന്. അപ്പോൾ നബിതങ്ങൾ എന്ത് പറഞ്ഞു? സ്വർഗമാണ് നിങ്ങൾക്ക് ലഭിക്കുക എന്ന്. അപ്പോൾ ആ വന്ന ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൈകൾ പിടിച്ചിട്ട് ബൈഅത്ത് നടത്തി, അല്ലേ? ഇസ്ലാമിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും സഹായകരമായ ഒന്നായിരുന്നു ഈ അഖബ ഉടമ്പടി. മനസ്സിലായല്ലോ? അപ്പോൾ ഇനി നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് പോകാം. ഉത്തരം എഴുതുക. ഹജ്ജ് വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ടുമുട്ടിയ മദീനക്കാർ ആരാണ്? ഖസ്റജ് ഗോത്രക്കാരല്ലേ? ദാണ്ട് നോക്ക്, മദീനയിലെ ഖസ്റജ് ഗോത്രക്കാരായ 6 പേരെയാണ് നബി തങ്ങൾ കണ്ടുമുട്ടിയത്. അടുത്തത്, മദീനയിലെ ആദ്യ മുസ്ലിങ്ങൾ ആര്? അന്ന് കണ്ടുമുട്ടിയ ആ 6 പേരായിരുന്നു മദീനയിലെ ആദ്യ മുസ്ലിങ്ങൾ. അപ്പോൾ എങ്ങനെ എഴുതുന്നത്? നബുവത്തിൻ്റെ 11-ാം വർഷം ഹജ്ജ് വേളയിൽ കണ്ടുമുട്ടിയ മദീനയിലെ ഖസ്റജ് ഗോത്രത്തിൽപ്പെട്ട 6 പേരായിരുന്നു ആദ്യ മുസ്ലിങ്ങൾ, മദീനയിലെ ആദ്യ മുസ്ലിങ്ങൾ. ഓക്കെ. അടുത്തത്, 12-ാം വർഷം ഹജ്ജിന് എത്തിയ മദീനക്കാർ എത്ര? 11-ാം വർഷം 6 പേരായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. പിന്നീട് 12-ാം വർഷമോ 12 പേര് വന്നല്ലേ? 12 പേരാണ് മദീനയിൽ നിന്ന് ഹജ്ജിനെത്തിയത്. അടുത്തത്, എന്താണ് അഖബ? എന്താണ് അഖബ? മക്കയിൽ നിന്ന് മിനായിലേക്ക് പോകുമ്പോൾ മിനായുടെ തുടക്കത്തിലുള്ള മലയിടുക്കാണ് അഖബ. എന്താണ് അഖബ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ബൈഅത്തുൽ അഖബ എന്നല്ല കേട്ടോ. അതുകൊണ്ട് ആ മലയിടുക്കിൻ്റെ പേരാണ് അഖബ. ആദ്യ സംഘത്തോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അയച്ചു കൊടുത്തത് ആര്? ദീൻ പഠിപ്പിക്കാൻ വേണ്ടി ഏതൊരു സ്വഹാബി അയച്ചു എന്ന് നമ്മൾ പഠിച്ചായിരുന്നല്ലോ. ആരെയാണ്? മുസ്അബ് ഇബ്നു ഉമൈറ എന്ന സ്വഹാബിയാണ്. ഉമൈറ റളിയല്ലാഹു അൻഹുവിനെയാണ്
ദീൻ പഠിപ്പിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അയച്ചു കൊടുത്തത്. അടുത്തത്, രണ്ടാം ബൈഅത്തിൽ പങ്കെടുത്ത മദീനക്കാർ എത്ര? ആദ്യ ബൈഅത്തിൽ എത്ര പേരായിരുന്നു? 12 പേരായിരുന്നു. രണ്ടാം ബൈഅത്തിൽ എത്ര പേരാണ്? 75 പേരുണ്ടായിരുന്നു അല്ലേ. അടുത്തത് ഇനി നോക്കിയേ, വിവരിക്കാം. 1. ജൂതന്മാർ മദീനയിലെ അറബികളോട് പറഞ്ഞിരുന്നത് എന്ത്? എന്തായിരുന്നു പറഞ്ഞിരുന്നത്? മദീനയിലെ ജൂതന്മാർ അവിടെയുള്ള അറബികളുമായി സംഘർഷമുണ്ടാകുമ്പോൾ ഇപ്രകാരം പറയുമായിരുന്നു: അടുത്ത കാലത്ത് ഒരു പ്രവാചകൻ ആഗതനാകും. ഞങ്ങൾ അദ്ദേഹത്തെ പിൻപറ്റുകയും നിങ്ങളെ പരാജയപ്പെടുത്തുകയും ചെയ്യും. അതായത് ജൂതന്മാർ തൗറാത്ത് എന്ന വേദഗ്രന്ഥത്തിൻ്റെ ആളുകളായതിനാൽ വരാനിരിക്കുന്ന പ്രവാചകനെ പറ്റി അവർക്ക് അറിയാമായിരുന്നു അല്ലേ. ജൂതന്മാരിൽ നിന്ന് ലഭിച്ച അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഖസ്റജികാർ വേഗം തന്നെ നിബിധങ്ങളെ അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്തത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ജൂതന്മാർ പറഞ്ഞിരുന്നത്. അടുത്തത്, ബൈഅത്തുൽ അഖബയിലെ ഉടമ്പടികൾ. ആദ്യ ബൈഅത്തുൽ അഖബയിലെ ഉടമ്പടി എന്തായിരുന്നു? അള്ളാഹുവിനോട് ഒന്നിനെയും പങ്കു ചേർക്കരുത്, മോഷ്ടിക്കുകയോ വ്യഭിചരിക്കുകയോ സന്താനഹത്യ നടത്തുകയോ ചെയ്യരുത്, ആരുടെ മേലും വ്യഭിചാരാരോപണം നടത്തരുത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൽപ്പനകളെ ധിക്കരിക്കരുത് എന്നിവയാണ് ആദ്യ ഉടമ്പടിയിൽ ഉണ്ടായിരുന്നത്. ഇനി രണ്ടാം ഉടമ്പടി എന്താണ്? നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അവനോടൊന്നിനെയും പങ്കു ചേർക്കരുത്, നിങ്ങളുടെ സ്ത്രീകളെയും കുട്ടികളെയും സംരക്ഷിക്കുന്നതിൽ നിന്നെല്ലാം എന്നെയും നിങ്ങൾ സംരക്ഷിക്കണം. ഇതായിരുന്നു രണ്ടാം അഖബ ഉടമ്പടി. അടുത്തത്, പൂരിപ്പിക്കുക. ഇസ്ലാമിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും സഹായകരമായ ഒന്നായിരുന്നു എന്ത്? ബൈഅത്തുൽ അഖബ. അപ്പോൾ പാഠഭാഗവും ചോദ്യോത്തരങ്ങളും എല്ലാം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇതുവരെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും വീഡിയോയിൽ കമൻറ്റ് ഇടാനും ഒക്കെ മറന്നുപോയ കൂട്ടുകാർ വേഗം തന്നെ ഇതൊക്കെ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക. DKMVയുടെ ക്ലാസ്സുകൾ ഇനിയും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഉറപ്പായിട്ടും ഇത് ചെയ്യാൻ മറക്കരുത്. ഇൻഷാ അല്ലാഹ് മറ്റൊരു ക്ലാസ്സുമായി കാണും വരെ മഅസ്സലാമ.